പക്ഷേ ഒരു സംശയമാണ്. സംശയം ചോദിക്കാനുള്ള കാരണം യൂട്യൂബ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലായിടവും പ്രചാരത്തിലാണല്ലോ. വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബർ 2 വിവാഹം കഴിച്ചു. മുസ്ലിം സമുദായത്തിലുള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ അങ്ങനെ കഴിച്ച് വർഷങ്ങളായി ഇങ്ങനെ 2 ഭാര്യമാരും ഒരു വീട്ടിൽ വളരെ സന്തോഷപൂർവ്വമായി അവർ കഴിഞ്ഞു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു മാസത്തിന് മുൻപ് അവർക്കെതിരെ, അതിലെ ആദ്യ ഭാര്യയ്ക്കെതിരെ കുറച്ച് വിമർശനങ്ങൾ വന്നു. ആ സമയത്ത് ഈ ഭർത്താവ്, 2 കെട്ടിയ ഭർത്താവ് രംഗത്തെത്തി പറഞ്ഞു, ഞാൻ 2 അല്ല 7 കെട്ടും, അതെൻ്റെ ഇഷ്ടമാണ്, അതൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ അയാൾക്കെതിരെ മറ്റൊരു യൂട്യൂബർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു നിയമം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? പിന്നെ ഒരു ഭാര്യ മരിക്കുകയോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലാവുകയോ അവരുടെ സമ്മതം ഇല്ലാതെയോ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് 4 കെട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ എൻ്റെ ചോദ്യം, മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു ഭാര്യ ആരോഗ്യവതിയായി ഇരിക്കുമ്പോൾ അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന സമയത്ത് തന്നെ അയാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ അധികാരമുണ്ടോ? ഒന്നല്ല, നിലവിലുള്ള ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇന്ത്യൻ പൗരന് പോലും ഇന്ത്യയിലെ മുസ്ലിം പൗരന്മാർക്ക് 4 വരെ വിവാഹം ചെയ്യാം അറ്റ് എ ടൈം. അത് ഒന്ന് ഡിവോഴ്സ് ചെയ്തിട്ടോ മരിച്ചിട്ടോ ഒന്നുമല്ല. അതിനാകെ വെക്കുന്ന ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈ 2 കണ്ടീഷനാണ്. ഒന്ന്, ഒരു ഭാര്യയുള്ളപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി വേണം 2-മതോ 3-മതോ 4-മതോ ഒക്കെ കെട്ടാൻ. 2-മത്തെ കണ്ടീഷൻ, അവർക്കിടയിൽ നീതി പാലിക്കണം എന്ന് പ്രവാചകൻ്റെ ഒരു വാക്യമുണ്ട്. അവർക്കിടയിൽ നീതി എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യവും വയലേറ്റ് ചെയ്യപ്പെടുകയാണ് സത്യത്തിൽ. ഈ പ്രവാചകൻ വെച്ച കണ്ടീഷൻ അനുസരിച്ച് അവർക്കിടയിൽ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 കണ്ടീഷൻ നടപ്പാക്കാൻ പറ്റിയതാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, സമ്മതം. ഒരു ഭാര്യ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്ക് വേറെ ഗതികേടും നിസ്സഹായതയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് 2-മതൊരു കല്യാണം കൂടി കഴിച്ചോട്ടെ എന്ന് സന്തോഷത്തോടെ പറയുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കണം, അല്ലേ? എൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇത് കൃത്യമായി വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു ഉദാഹരണം പറയാം. എൻ്റെ മലബാറിലെ, കേരളത്തിലെ തന്നെ മുസ്ലിം സമുദായത്തിലെ മുജാഹിദ് വിഭാഗത്തിലെ ഒരു വലിയ പണ്ഡിതൻ്റെ ഒരു കല്യാണക്കുറി ഞാൻ കണ്ടു. കല്യാണക്കത്ത് അദ്ദേഹം വലിയ തോതിൽ പത്രങ്ങളിലൂടെ പ്രസിദ്ധം ചെയ്തതാണ്. ആ കല്യാണക്കത്ത് എന്താണെന്നറിയാം? കല്യാണക്കത്ത് ഇങ്ങനെ തുടങ്ങുന്നത്, സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ ഭർത്താവ് ഇന്നയാൾ 4-മതും വിവാഹിതനാവുകയാണ്, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിക്കാഹ് നടക്കുന്നു, നിങ്ങളെല്ലാവരും വന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന് സ്വന്തം ഇന്നയാൾ 1-ാം ഭാര്യ, 2 ഇന്നയാൾ 3-ാം ഭാര്യ, 2-ാം ഭാര്യ 3-ാം ഭാര്യ, ഇങ്ങനെ 3 ഭാര്യമാർ പേരെഴുതി ഒപ്പുവെച്ച കല്യാണക്കത്ത്. എന്തിനാണ്? 4-മതൊരു ഭാര്യയെ കൂടി അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ. എന്തിനാണ് ഇത്? ഒരു കാര്യം തെളിയിക്കാനാണ്. എൻ്റെ 3 ഭാര്യമാരും സന്തോഷപൂർവ്വം എന്നെ ഒരു പെണ്ണ് കൂടി കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാലോകരോട് പറയാനാണ്. ഏത് പൊട്ടന്മാരാണ് ഇത് വിശ്വസിക്കുക? ഏത് പെണ്ണാണ് തൻ്റെ ഭർത്താവിനെ വീണ്ടും 4-മതും ഒക്കെ ഷെയർ ചെയ്യണം? 4 ഒരു വ്യവസ്ഥ വെച്ചു പോയത് കൊണ്ടാണ് കേട്ടോ ഈ പറയുന്ന ഇത് സത്യത്തിൽ ഈ 4 എന്ന നിയമം പോലും വന്നത് അറേബ്യൻ സമൂഹം യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ഈ കല്യാണം കഴിച്ചു അല്ലാതെയും. അക്കാലത്ത് അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അടിമകളുമായി ഇവരുടെ സ്വത്തായിരുന്നു പുരുഷന്മാരുടെ. അടിമ സ്ത്രീകളെ ഇവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാമായിരുന്നു. ഈ അടിമ സ്ത്രീ ഗർഭിണിയായാൽ മാത്രം അവരെ സ്വതന്ത്രയാക്കണമെന്നേ നിയമമുള്ളൂ, അതുവരെ അവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടിമകളും അല്ലാത്തവരുമായ ധാരാളം സ്ത്രീകളെ യാതൊരു വ്യവസ്ഥയും നിയന്ത്രണവും ഇല്ലാതെ വെച്ചുകൊണ്ടിരുന്ന പുരുഷ സമൂഹത്തിൽ ആണ് പ്രവാചകൻ ഈ നിയമം കൊണ്ടുവന്നത്. ക്രമമായി കൊണ്ടുവന്നൊരു നിയമമാണ്. പരമാവധി നിങ്ങൾക്ക് 4 പേരെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയിൽ തന്നെ പ്രവാചകൻ അടുത്ത കണ്ടീഷൻ വെച്ചു, നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കാണിക്കാൻ പറ്റണം. നീതി കാണിക്കാന്ന് വെച്ചാൽ എന്താ? ഇയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, വസ്ത്രം കൊടുക്കാൻ പറ്റും, പാർപ്പിടം കൊടുക്കാൻ പറ്റും. ശരി, അവർക്ക് സ്നേഹം എന്ന് പറയുന്നൊരു സാധനമില്ലേ? വിവാഹത്തിൻ്റെ അടിത്തറയായിട്ട് പ്രണയം എന്ന് പറയുന്നൊരു സംഗതിയില്ലേ? അത് ഷെയർ ചെയ്ത് പോകുന്നത് ഏത് പെണ്ണിനാണ് ഇഷ്ടപ്പെടുക? അപ്പോൾ അവരുടെ സമ്മതം കിട്ടുമോ? അതിൽ നീതി ഉണ്ടാവുമോ? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. ഇത് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക സമൂഹം മുഴുവനായി ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നവരല്ല. ഇതിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷം വരുന്ന പുരോഹിതന്മാർ ബഹുഭാര്യത്വം ആകാമെന്ന് പറയുന്നവരാണ്. അതുപോലും അവർ സ്ട്രിക്റ്റായ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ രോഗിയാവുക,
കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രസവിക്കില്ല. അപ്പോൾ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഒരു ഭാര്യയ്ക്ക് പ്രത്യുൽപാദനക്ഷമത ഇല്ല എന്ന് തെളിയിക്കപ്പെടുക, രോഗിയാവുക, ഈ ലൈംഗിക ശേഷി ഇല്ലാതാവുക, അല്ലെങ്കിൽ മനോരോഗം വരിക, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് അത് അനുവദിച്ചിട്ടുണ്ടാവുക. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീതിബോധമുള്ള ഒരു ധർമ്മ സംഹിത അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഇതിനെ വയലേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ട് പിന്നെ അവരുടെ ഈ പറഞ്ഞ സാധനമാണ്, അവരുടെ സമ്മതത്തോടെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഈ സമ്മതം എന്ന് പറയുന്നത് ഗതികേടിൻ്റെ പേരല്ലല്ലോ. സമ്മതിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ഗതികേട്? ഇപ്പം ഞാൻ ഒരു അന്യ സമുദായത്തിൽ നിന്ന്, ഈ പറഞ്ഞനുസരിച്ചാണ് ഈ ബ്ലോഗറുടെ ഒരു ഭാര്യ മറ്റൊരു സമുദായക്കാരിയാണ്, അവിടെ വന്ന് പെട്ടു, അവളെ ട്രാപ്ഡാണ്. അതിനകത്ത് പെട്ടയാൾ അതിനകത്ത് പെട്ടുപോയി. അവൾക്ക് ഇനി സമൂഹത്തിൽ വേറെ വഴികളൊന്നുമില്ല, അവളുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇവൻ മൂന്നാമത് കെട്ടാൻ ഞാൻ കെട്ടും, 3ഉം കെട്ടും 4ഉം കെട്ടും, അവളുടെ സമ്മതത്തോടുകയാണ്. അവൾക്ക് സമ്മതമില്ല എന്ന് അവൾ ആരോടാ പറയുക? ആരോടാ പറയേണ്ടത്? പറഞ്ഞിട്ട് ആരാണ് കേൾക്കുന്നത്? ഇതൊക്കെ സത്യത്തിൽ ഈ നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് നമ്മുടെ പുരോഹിതന്മാർ ഇതൊക്കെ പരിശോധിക്കണം എന്നൊക്കെ നിയമമുണ്ട്. പക്ഷെ അതൊക്കെ പരിശോധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള എനിക്ക് നേരിട്ടറിയാവുന്ന 4 ഭാര്യമാരെ ഒരേ സമയം കല്യാണം കഴിച്ച്, 4 ഞാൻ കണ്ടിട്ടുണ്ട്, 3 കണ്ടിട്ടുണ്ട്, 2 കണ്ടിട്ടുണ്ട്. ഇത്തരം നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നത്. സാധാരണ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഭാര്യ ജീവിച്ചിരിക്കാൻ മറ്റൊരാളുടെ കല്യാണം കഴിക്കുന്ന 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ഇത് മുസ്ലിം ബാധകമല്ല. അതാണല്ലോ ഇന്ത്യയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് വാദിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളുടെ ആവശ്യമാണ്, സ്ത്രീകളുടെ അവകാശമാണ്. ഈ നിയമം പാലിക്കപ്പെടുന്നില്ല. ഒരു ഇന്ത്യൻ പൗരന് ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അവകാശങ്ങൾ തുല്യമാവണ്ടേ? ആ അവകാശം ഇപ്പോൾ മുസ്ലിം ശരീഅത്തനുസരിച്ച്, മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് അനുവദനീയമാണ് 4 വിവാഹം. കല്യാണം കഴിച്ചാൽ ഒറ്റ കാര്യത്തിലാണ് ഇപ്പോൾ ഈ മുത്തലാഖ് ബില്ല് വന്നപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒരാളെ മൊഴി ചൊല്ലുന്നതിന്, എന്ന് വെച്ചാൽ ഈ വിവാഹമോചനം ചെയ്യുന്നതിനെ കർശനമായി നിയന്ത്രിക്കുന്ന നിയമമാണ് വന്നിരിക്കുന്നത്. അതിന് വലിയ പണിഷ്മെൻറ്റ് കൊടുക്കും. അതേസമയത്ത് ഒരു ഭാര്യയുള്ളപ്പോൾ രണ്ടാമതുള്ളപ്പോൾ മൂന്നാമതുള്ളപ്പോൾ 4ാമതും കല്യാണം കഴിക്കുന്നതിന് ഇപ്പോഴും വിലക്ക് വന്നിട്ടില്ല. വിലക്ക് വരണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് വരികയാണ് വഴി, വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം എന്ത് വിശ്വസിച്ചായിരിക്കും പക്ഷേ അച്ഛനമ്മമാർ ഈ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മക്കളെ വേറെ കല്യാണം കഴിക്കുമെന്നുള്ള ഒരു ഇപ്പോൾ പലരും ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും എന്ത് വിശ്വസിച്ചാണ് ഒരു പെൺകുട്ടിയെ, ഒരു മുസ്ലിം യുവാവിന്, ഒരു മുസ്ലിം അച്ഛനമ്മമാർ അല്ല ബാപ്പയും ഉമ്മയും എന്ത് വിശ്വസിച്ചാണ് കല്യാണം കഴിച്ചത്? അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഒന്ന് ഈ സാമാന്യ നീതി, ഈ ഉള്ളിന്റെ ഉള്ളിൽ കാരുണ്യം, ധാർമ്മികത എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതുള്ളവരിൽ മഹാഭൂരിപക്ഷം ഇത് ആലോചിക്കും. ഏറ്റവും ചുരുങ്ങി സത്യസന്ധമായിട്ട് ആലോചിക്കുമല്ലോ. കിതാബിനകത്ത് അനുമതി തന്നിട്ടുണ്ട്, നിയമം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യയുടെ മനസ്സ് നോവുമല്ലോ, അവളോടുള്ള ഇഷ്ടം കൊണ്ട് എങ്കിലും ഞാനത് ചെയ്യാതിരിക്കണ്ടേ എന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ കേരളം, ഇപ്പോൾ മലബാറിലൊക്കെ തന്നെ 1ലേറെ ഭാര്യമാരുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഒരു കാലത്ത് അത് വളരെ ജനകീയമായി നടന്നിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ അറബ് രാജാക്കന്മാരാണ്. അറബ് രാജാക്കന്മാർക്ക് യാതൊരു എണ്ണവും ഇല്ലല്ലോ, വ്യവസ്ഥയില്ലല്ലോ. സൈറ്റിലടിച്ചു നോക്കൂ, അറേബ്യൻ രാജാക്കന്മാർക്ക് ഇപ്പോൾ എത്ര ഭാര്യമാർ ഔദ്യോഗികമായി പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. 30ഓളം ഭാര്യമാരുള്ള അറബ് രാജാക്കന്മാരുടെയൊക്കെ കണക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ സുൽത്താൻമാരുടെ മാതൃക ഇതാണ്. പഴയ സുൽത്താൻമാരുടെ അന്തഃപുരങ്ങളിൽ എത്രയാണ്, ഓരോ കണ്ടുകിട്ടുന്ന എല്ലാ സുന്ദരിമാരും അന്ന് വൈകുന്നേരം അവരുടെ ഭാര്യമാരായിട്ട് വരില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇത്. പക്ഷേ രാജാക്കന്മാർ എല്ലാ സമുദായത്തിലും പെട്ടവർ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് രാജാക്കന്മാർക്കും സുൽത്താൻമാർക്കും മാത്രമല്ല, സാധാരണ പൗരന്മാർക്ക് പോലും ഇത് ബാധകമായി വന്നിരിക്കുന്നു ഇന്ത്യൻ നിയമത്തിൽ, ഇന്ത്യയിലെ ഈ മുസ്ലിം പേഴ്സണൽ ലോയിൽ. അത് മാറ്റേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. നമ്മളിപ്പോൾ വിവാഹമോചനം അനുവദനീയമാണോ, ശിക്ഷാർഹമാണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബഹുഭാര്യത്വം ആവശ്യമുണ്ടോ, അത് നിയമം മൂലം നിരോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം. കർശനമായ നിയന്ത്രണങ്ങളിലൂടെ, കോടതി നടപടികളിലൂടെ മാത്രമേ രണ്ടാമതൊരു ഭാര്യയെ വിവാഹം ചെയ്യാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇപ്പോൾ ഒരു ഭാര്യ പെട്ടെന്ന് മരിച്ചു പോകുന്നു, പ്രസവത്തിൽ മരിച്ചു പോകുന്നു, കൊച്ചുകുട്ടികൾ 2-3 പേരുണ്ട്, അവരുടെ സംരക്ഷണക്ക് ഒരു ഭാര്യ വേണം, ഒരാൾ വേണം എന്ന അർത്ഥത്തിൽ അങ്ങനെയുള്ള നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ ബഹുഭാര്യത്വം പാടില്ല നിയമം കൊണ്ടുവരണം. വേറെ വഴിയൊന്നുമില്ല അതിനകത്ത്. ഈ യൂട്യൂബർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന നിയമം ഇന്ത്യയിലെ ആർക്ക് ഏത് സമുദായത്തിനുണ്ടായാലും തെറ്റല്ലേ? അത് അധാർമികമാണ്.